എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ ബെഡ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് പേര് കുറേ ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ലേറ്റായി പോയതിന് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് നമ്മൾക്ക് വീട്ടിൽ തന്നെ വാക്യൂം ക്ലീനർ ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ബെഡിലെ ബാഡ് സ്മെല്ലൊക്കെ കളഞ്ഞിട്ട് നീറ്റാക്കി എടുക്കാമെന്നാണ് കാണിക്കുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. എന്തായാലും നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആവും. പിന്നെ അതിലോട്ട് പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു 2-3 കാര്യം പറയുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു കപ്പ് എടുക്കുക, ഏതെങ്കിലും ഒരു പാത്രം, എന്നിട്ട് അതിലോട്ട് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് എടുക്കുക. ലെമൺ ജ്യൂസിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് കൂടുതൽ സൊല്യൂഷൻ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു അളവ് പറയാം. ഒരു 4 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം. പിന്നെ നമ്മൾ എത്രയാണോ ലെമൺ ജ്യൂസ് ചേർത്തത് അത്രയും അളവ് തന്നെ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്തൊരു സൊല്യൂഷൻ തയ്യാറാക്കുക. ഇതിനി നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റാം. ഈ സ്പ്രേ ഉപയോഗിച്ചിട്ട് നമുക്ക് സാധാരണ കേസിലൊക്കെ ബെഡ് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് മതി. അധികം അഴുക്കൊന്നുമില്ലാതെ നമുക്ക് ഒരു റുട്ടീൻ പോലെ ക്ലീൻ ചെയ്യുന്നവരാണെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ അടിച്ച് കൊടുത്തിട്ട് ബെഡ് നന്നായിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റാവും ബെഡ്. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ കറയൊന്നും ഇല്ലാത്ത കേസിലാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ നാരങ്ങ ചേർത്തിട്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു നാരങ്ങയുടെ നല്ല മണം വരും. പിന്നെ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നതുകൊണ്ട് ബേക്കിംഗ് സോഡ മോശം സ്മെല്ലുകളൊക്കെ മാറ്റാൻ വളരെ നല്ലതാണ്. പിന്നെ ഒന്നും കൂടി എക്സ്ട്രാ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങയുടെ മുകളിലത്തെ മഞ്ഞ തൊലി മാത്രം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചതച്ചിതിൽ 5 മിനിറ്റ് ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് അരിച്ച ശേഷം നമുക്ക് സ്പ്രേ ബോട്ടിലാക്കാം. അപ്പോൾ ഒന്നുകൂടി എക്സ്ട്രാ സ്മെല്ലാവും അതിന്. ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം ഇതുപോലൊരു ബ്രഷ് വെച്ചിട്ട് പൊടി നന്നായിട്ട് തട്ടി തട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്പ്രേ എടുത്തിട്ട് എല്ലായിടത്തും സ്പ്രേ ആക്കി കൊടുക്കുക. ആദ്യം ഒരു സൈഡ് ചെയ്താൽ മതി, പിന്നെ അടുത്ത ദിവസമൊക്കെ വേറെ സൈഡ് ചെയ്യാം. ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമ്മളൊരു സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒരു റബ്ബ് ചെയ്തിട്ട് എല്ലായിടത്തും ആ ഒരു സ്പ്രേ ചെയ്തത് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. പിന്നെ നമുക്കൊരു ഉണങ്ങിയ തുണി വെച്ച് നന്നായിട്ട് തുടച്ച് കളഞ്ഞാൽ മതി. പിന്നെ ഫാനിട്ട് ബെഡ് നന്നായിട്ട് ഉണക്കുക. നോർമൽ കേസിൽ ഈ ഒരു ക്ലീനിങ് മതിയാവും. ഇനി ചില ഭാഗത്ത് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഫുഡിൻ്റെ വേസ്റ്റോ അങ്ങനെയൊക്കെ വല്ല കറകളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാനായിട്ട് ആദ്യം ഒരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ടൊരു പേസ്റ്റ് പോലെയാക്കിയിട്ട് ഈ പേസ്റ്റ് നമുക്ക് ബെഡിലൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഒരു പഴയ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ തേച്ച് പിടിപ്പിച്ചാൽ മതി. അത് നന്നായിട്ട് അവിടെ ആക്കുക. അതിനുശേഷം നമുക്കതൊരു 15 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാം. ഇനി നമുക്കിത് തുടച്ച് എടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് അതിലോട്ട് കംഫർട്ട് പോലെ ഏതെങ്കിലും ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഒരു ഫാബ്രിക് കണ്ടീഷണർ എന്തെങ്കിലും ആഡ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എസൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ 2 തുള്ളി അത് ഒഴിച്ചാലും മതി. എന്നിട്ട് ആ ഒരു വെള്ളത്തിൽ ഒരു സ്പോഞ്ച് നനച്ചിട്ട് നേരത്തെ നമ്മൾ തേച്ച് പിടിപ്പിച്ച ആ ഒരു മിക്സ് ഇങ്ങനെ തുടച്ചെടുക്കുക. പിന്നെ ഒരു ഉണങ്ങിയ തുണി വെച്ചും വീണ്ടും അതിൻ്റെ മുകളിലൂടെ തുടയ്ക്കുക. പിന്നെ ഫാനിൻ്റെ അടിയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഉണക്കുക. വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റിയാൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നല്ല നീറ്റാവും ബെഡ്, എല്ലാ സ്മെല്ലും പോവും. ഇനി അടുത്തൊരു കേസ്, നമ്മൾ എന്ത് ചെയ്തിട്ടും പോവാതെ കുറച്ചെങ്കിലും ബാക്കി നിൽക്കുന്ന എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലോ അല്ലെങ്കിൽ കറയോ ഒക്കെ ആണെങ്കിൽ അത് കളയാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് ലിക്വിഡ് ചേർക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡ തന്നെ ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ട് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ആക്കുക. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് ഈ കറകളൊക്കെ കളയാൻ വളരെ നല്ലതാണ്. അത് നമുക്ക് മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ ഫാർമസിയിലൊക്കെ ചോദിച്ചാൽ ഒരു 20 രൂപയ്ക്ക് തന്നെ ഒരുവിധം മോശമില്ലാത്ത വലുപ്പത്തിൽ ഒരു കുപ്പി കിട്ടും. നമുക്ക് അതിൽ നിന്ന് എടുത്താൽ മതി. കുറച്ച് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി അടച്ച് വയ്ക്കുക. പിന്നെ ഈ ഒരു മിക്സ് ഉണ്ടാക്കി സൂക്ഷിച്ചൊന്നും വെക്കാൻ പറ്റില്ല, അപ്പം തന്നെ ഉണ്ടാക്കുക, പിന്നെ യൂസ് ചെയ്യുക, അത്രേ പറ്റുള്ളൂ. ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബെഡിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്.
ആ സ്മെല്ലോ അല്ലെങ്കിൽ കറയൊക്കെ ഉള്ള ഭാഗത്ത് മാത്രം ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു അരമണിക്കൂർ അവിടെ തന്നെ വെക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ആ ഒരു സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ചെടുക്കാം. പിന്നെ ഉണങ്ങിയ തുണിയും വെച്ച് തുടച്ചെടുക്കുക. പിന്നെ ബെഡ് ഉണങ്ങി കഴിയുമ്പോൾ ആ സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ബെഡിൽ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള മണങ്ങളും അല്ലെങ്കിൽ കറകളൊക്കെ കളയാനുള്ള കുറച്ച് ടിപ്പുകളാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടമ്മമാർക്ക് എന്തായാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ നന്നായിട്ടൊരു ഡീപ്പ് ക്ലീനിങ് തന്നെ വേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. മാസത്തിൽ ഒരിക്കലെങ്കിലും ബെഡൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്യുക. അതുപോലെ വെയിലത്തിടുന്നതും വളരെ നല്ലതാണ്. പലർക്കും അത് അറിയുന്നത് തന്നെയാവും, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ മിക്ക ദിവസവും ഞാൻ എന്തായാലും വീഡിയോ ഇടാറുണ്ട്. അഥവാ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും ഒന്ന് ചാനലിൽ നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.